എല്ലാവർക്കും ഷാഡോ ഗെയിമർ മലയാളത്തിലെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എൻ്റെ അക്കൗണ്ടിൽ അതുകൊണ്ട് ഞാൻ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വർഷം 2018 കേരളക്കാർക്ക് മറക്കാൻ പറ്റാത്തൊരു വർഷമാണ്. എത്ര ആൾക്കാരെ മരിച്ചു നിൽക്കുന്നത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഏകദേശം അതിനോടാണ് ഞാൻ സ്പോണേക്കുന്നത് ഒരു കടലിലാണ്. ഇത് ഈ സീഡ് എന്ന് ചോദിച്ചാൽ ഇതാണ് സീഡ് വായാ. ഇതൊന്നുമല്ല സീഡ്, എവിടാ? ഇതാണ് സീഡ് വേണ്ടവർക്ക് ഇത് ചെയ്യാം. ഇത് എന്താണ് ഇപ്പോൾ ഞാൻ കോപ്പി ചെയ്ത് ഇതിലിടാം, മറ്റേ കമൻറ്റ് ബോക്സിൽ. ബ്രൈറ്റ്നസ് കുറഞ്ഞോ എന്നൊരു സംശയം. ഞാൻ ഇത് മാറ്റിയിട്ട് ഫുൾ ഇട്ടു. ഓക്കെ, നിങ്ങൾക്ക് നേരെ കാണാൻ വയ്ക്കല്ലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റൻറ്റ് സർവൈവൽ. വേറെ ഒന്നുമല്ല, നമുക്ക് ഇതെന്തോ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തുറക്കാൻ വെക്കുമോ? ഇല്ല. അപ്ഡേഷൻ വന്നൊക്കെ ഫുള്ള് മാറി, ലീവ് ബോട്ടിൻ്റെയോ ഒക്കെ മാറി. ടോർച്ച് മായതൊക്കെ ഉണ്ടല്ലോ. ഇതിന് തല്ലിന് വരാ. നമുക്ക് സാപ്ലിങ് പോലും ഇല്ലല്ലോ. സാപ്ലിങ് തരണ്ട കള തെണ്ടി മോജാങ് ബെഡ് വന്നു. സാപ്ലിങ് ഉണ്ട്. ഇതെന്താന്ന് കുത്തണ്, ബോട്ട് അളകണ്. ഇവിടെ വല്ല ഐലൻഡും ഉണ്ട്. അവിടെ എന്തോ ഒരു ഐലൻഡ് കാണാണ്ട്. നമുക്ക് ചെന്ന് നോക്കി നോക്കാം. നേരെ അങ്ങോട്ട് തിരിക്കാം. അയ്യോ, എന്താ നിൽക്കും, ബാലൻസ് ഇല്ലല്ലോ. ഞാൻ ഇങ്ങോട്ട് പോകും. ഇങ്ങനെ പോവാം. നല്ല രസമുണ്ട്. ഇങ്ങനെ വേണം കാണാനായിട്ട് രസം. ഇനി എങ്ങനെയുണ്ട്? വൈബല്ലേ? ഇങ്ങനെ വേണം. ഇതാണ് വൈബ്. ഇവിടുത്തെ ഒരു ഐലൻഡ്. അവിടെ വേറെ തോന്നുന്നുണ്ടല്ലോ. മരങ്ങളൊക്കെ ഉണ്ട്. ഏതാ? മറ്റേ ഓക്കാണ്. നമുക്ക് ഇവിടെ നിന്നാലോ? ഇതെന്താ ഗ്രാവലോ? അപ്പോൾ ഇതാണ് നമ്മളുടെ സ്ഥലം. ഇനി നമ്മൾ ഇവിടെയാണ് അന്റാർട്ടിക്കയിൽ ജീവിക്കാൻ. ഇതാണ് പസഫിക് ഓഷ്യൻ. ആരും പേടിക്കേണ്ടതില്ല. പസഫിക് ഓഷ്യനാണിത്. ചിലപ്പോൾ ഷാർക്കും മറ്റതൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ നീന്തി നമ്മൾ പോവുകയാണ് നമ്മളുടെ പുതിയ ഐലൻഡിലേക്ക്. ഒരു ഐലൻഡിൽ കയറി. ഇതാണ് ഇനി മുതൽ നമ്മളുടെ ഐലൻഡ്. ഒരു ബോട്ടും കൂടി വേണ്ടി വരും അല്ലേ ഗൈസ്? നമുക്ക് ചിലപ്പോൾ അവർക്കും വേണ്ടി വരും. അവിടെ ഒരു ബോട്ടെക്കണം, ഇവിടെ ഒരു ബോട്ടെക്കണം. നമുക്ക് ആദ്യം അല്ല നമ്മളുടെ ചെസ്റ്റിൽ നമ്മൾ നേരെ ചെന്നിട്ട് ബ്രൈറ്റ്നസ് കുറക്കണം തോന്നും. ഫുൾ ഓക്കെ. സ്ക്രൗച്ച് ചെയ്താക്കാൻ പറ്റും. അപ്പം നമ്മളുടെ സാധനങ്ങളൊക്കെ എടുക്കുക. ഓക്കെ, ഇവിടെ എന്നിപ്പോൾ ഇവിടെ വെക്കുക. ഇവിടെ ഇനിയിപ്പോൾ ഇവിടെ വെക്കുക. ഇവിടെ സ്പോണം. എന്തോ അവിടെ ഉണ്ടല്ലോ. ബേബി. ഇവിടെ നോക്കുക, ഇവിടെ നോക്കുക. ഓക്കെ, രണ്ടും കൂടി വേണം. അവിടെ ഇവിടെ നോക്കാൻ കുഴപ്പമില്ല. ഇത് മോചകന് നല്ലതൊന്നും തന്നാൽ മതിയായിരുന്നു. ഒരു 6-7 ടോർച്ചെങ്കിലും നമുക്കിത് ഇവിടെ നിന്ന് മാറ്റാം. ഓക്കെ, നമുക്കിനിത് ഇവിടെ വെക്കാം. ഓക്കെ, നല്ല കുട്ടിയായിട്ട് വളരട്ടെ. എന്നെ കൊണ്ട് ആവശ്യം വരും. പിന്നെ നമ്മൾ ഇതെടുത്തിട്ട് വണ്ടിപ്പോയിട്ട് രാത്രി ആവാറായി. ഇത്ര പെട്ടെന്നോ? എന്തപ്പോൾ തുടങ്ങി ഇവിടെ? കുറച്ച് നേരം ഇതിൽ നിൽക്കും. നമുക്ക് മരം എന്താ പറ്റിയിട്ട് വേഗം കടന്നുറങ്ങണം. എന്നിട്ട് ഒരു സ്ക്വയർ ഐലൻഡ് ആക്കാം. നമുക്ക് കുറച്ച് വലിയ സ്ക്വയർ ഐലൻഡ് ആക്കാം.
എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നല്ല വലിയ വലിയ ഐലൻഡ് ആക്കി കൊണ്ടുവരണം. അത് നമ്മളുടെ ഈ കളിയിലെ ടാസ്ക് എന്ന് പറയുന്നത്. നമുക്കിതുണ്ടല്ലോ, പിന്നെ തന്നെ പേടിക്കണേ. ഏതായാലും ഫ്രീ കിട്ടിയതാ. പൊട്ടിച്ച് മരങ്ങളെ വെട്ടി ദോഷാവനം. എന്നിട്ട് ഒരു മരം വെട്ടിയാൽ ഞാൻ 2 മരം നടും. അതാണ് എൻ്റെ സ്ട്രാറ്റജി. ഫസ്റ്റ് തന്നെ സാപ്ലിങ് കിട്ടി. ഇവിടെ ഒരു മരങ്ങളൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇവിടെ വെച്ചത്? ഈ മോചകം ഉണ്ടാക്കിയത് ആണാണോ പെണ്ണാണോ അതെനിക്കറിയുന്നുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളുടെ ഒരു മിനിറ്റ്, ഡ്രോൺ ഇപ്പോൾ ഇറങ്ങി വരും. വേഗം 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 ആ ഡ്രോൺ വരുന്നതിന് മുന്നേ കിടന്നു. സ്ലീപ്പ് ഡ്രോൺ വരരുത്. ഷേഡോരെ തൊട്ടാ കിട്ടും. അത് പോയി. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മറ്റേ ഇത് പൊട്ടിക്കണേ, നമ്മൾ പൊട്ടിക്കണ കാത്തിരിക്കണമെന്നാണ് തോന്നുന്നത്. കാരണം കാത്തിരുന്ന അധികം സാപ്ലിങ്സ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പൊട്ടിച്ചാൽ നമുക്ക് അത്ര കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവിൽ നോക്കുമ്പോൾ. ഞാൻ എവിടെയും കണ്ടല്ല, എൻ്റെ അറിവിൽ നോക്കുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പൊട്ടിക്കുമ്പോൾ അത് അത്രക്ക് സാധനങ്ങളൊന്നും കിട്ടുന്നില്ല, സാപ്ലിങ്സ്. പക്ഷെ പൊട്ടിക്കാതിരിക്കുമ്പോൾ നല്ല സാപ്ലിങ്സ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുറേ നേരം അതുകൊണ്ട് ഒക്കെ ഞാൻ മാറ്റി പിടിക്കാം. അപ്പോൾ ഇതും കുറേ നേരമായി. ഇതിപ്പോൾ ഒരു ബോൺ വീൽ കിട്ടിയെന്നെങ്കിൽ കിട്ടി. നമ്മൾക്ക് ആദ്യം വേണ്ടത് മെയിൻ സംഭവം നല്ല കഫ് കെട്ടുണ്ട് എനിക്ക്. ഇതൊന്ന്, പിന്നെന്താണ്, നമുക്ക് എന്താ വേണ്ടേ? എന്താ ഇപ്പോഴാ വരുന്നത്. ഇതുണ്ടാക്കിയിട്ട് നമ്മൾക്ക് ഇവിടെ ഓക്കെ. എന്നിട്ട് എനിക്കിതാ ഇത് മൊത്തം നടക്കണം. പോയി സാപ്ലിങ് ഇവിടെ വന്നിരുന്നോട്ടെ. നമുക്ക് ഈ ഐലൻഡ് പറ്റുന്നിടത്തോളം നല്ലോണം വലുതൊക്കെ ഉണ്ട് ഗൈസ്. കഫ്കെട്ട് മാറാൻ വല്ല വഴി ഉണ്ടോന്നാവോ? ഓക്കെ, നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കേണ്ടി വരും. ആ ചെസ്റ്റ് വേണ്ട, ഒരു ചെസ്റ്റ് റെഡി. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ട? താഴത്തേക്ക് പോകണമല്ലേ അല്ലേ? റോസൊക്കെ നമുക്ക് പിന്നെടുക്കാം. ഇത് ഇവിടെ ഇരുന്നോട്ടെ, ഇതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ. മാപ്പൊക്കെ ഉണ്ടോ? അത് നോക്കിയിട്ടില്ല കേട്ടോ. ഈ 2 എണ്ണം വേണം. നമ്മൾക്ക് എവിടെ നിന്ന് പോവാം? ഇവിടേക്ക് നമുക്ക് കുറച്ച് പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം? ഇതും പൊട്ടിക്കുക. എന്നിട്ട് ഇത് പൊട്ടിക്കുക. മേടിക്കാനൊന്നുമില്ല കേട്ടോ, അതിന് മേടിക്കൊന്നും വേണ്ട. ഞാൻ എത്തനുണ്ട്. ഡ്രോണുകൾക്കൊക്കെ ഞാൻ പുല്ലാണ്. ഞാനൊക്കെ ഡ്രോണുകളിൽ പുല്ലാണ്. അങ്ങനെ തന്നെയാണോ പറയാ? തെറ്റുണ്ടെങ്കിൽ വല്ല തെറ്റ് തരണം, അല്ലെങ്കിൽ ആൾക്കാരുണ്ട് തെറ്റ് തരും. ഞാൻ പൊട്ടനെ വിചാരിച്ചിട്ട്. അതായത് ഞാൻ പറയുന്നത്, എനിക്ക് ഡ്രോണുകളൊക്കെ പുഷ്പം പോലെ കൈകാര്യം ചെയ്യാൻ വയ്ക്കുന്നു. സത്യം. ഓക്കെ, നമ്മളപ്പോൾ ഇതിവിടെ ഇങ്ങനെ വെക്കുക. ഇതിവിടെ വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇത് ഇങ്ങനെ. ഓക്കെ,
ഇതിവിടെ വെക്കുക. അയ്യോ വെള്ളം. കളി പഠിച്ചവനാണ് ഞാൻ. അയ്യോ ഇതിവിടെ വെക്കണം. അണ്ണനപ്പാട്ടി പറഞ്ഞു അതേപോലെ എന്നൊന്നും കാട്ടരുത്. നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? വഴിയുണ്ട്. ഞാനാരാ മോൻ? ചിരി വാങ്ങാം. അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. മെസ്സേജ് പോവാം. എടേ എന്തുവാടേത്? മനുഷ്യനൊന്ന് നേരങ്ങത്തിൽ ജീവിക്കാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ വേണ്ട വേണ്ട. വിളിച്ചാ കോടി. കിട്ടി 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 കിട്ടേ മോനെ, കിട്ടി സാധനം. വന്ന് ഓൻ്റെ അമ്മയപ്പൻ്റെ നമ്മളുടെ സ്റ്റോൺ ബ്രേക്കർ. ഇത് മറ്റേ കോപ്പർ ഇതായിരുന്നു കോപ്പർ ആർമർ ഉണ്ടാക്കാം നമുക്ക്. ഇവിടെ ഒരു ഗ്രാവലും. ഓക്കെ റെഡി. വടിയോടെ അടിച്ചു ഓടിക്കും ഞാൻ കോപ്പറിന്. സ്റ്റോൺ ബ്രേക്കർ. ജിയോ ജോസഫ്. നമ്മൾ നേരെ പോയിട്ട് എന്താ ഇതൊന്നും കാണാമല്ലോ. ആരാ പറഞ്ഞ കാണാമല്ലോ. ഇതൊക്കെ നല്ല ഷേഡറിലാണെങ്കിൽ ഒന്നും കാണുക. പുതിയ സാധനം വന്നു ഗൈസ്. ഇത് എത്ര ഗുണാകേവാത്. ഈ കോപ്പർ ഇവിടെ നിർത്തോണ്ടോണം. ഇത് കുറച്ച് ടോർച്ച് ഉണ്ടാക്കി തരണം. ചെല്ല് ഫർണീസ് ഉണ്ടാക്കണം. ഓക്കെ വേഗം വാ. നമ്മൾക്ക് ഇനി ചെയ്യാനോ. ഓക്കെ മരം പൊട്ടിച്ചാടൂല. നമ്മൾ ഇത് ഇവിടുന്ന് എടുത്തിട്ട് ഇവിടുന്ന് മാറ്റിയിട്ട് ഒക്കെ ഇതൊക്കെ ഇതിക്ക് പോയിട്ട് ഇതിവിടെ വെച്ചിട്ട് ഇതാക്കിയിട്ട് ഒന്നുകൂടി ചെല്ല് ഫർണൈസ് ഉണ്ടാക്കിയിട്ട് ഫർണൈസൊക്കെ വെച്ചിട്ട് ഇത് പടി. ഓക്കെ റെഡി ടു റൈറ്റ് എക്സാം ഇൻഷുദാറ്റിയോളിങ് ഇൻ ദ മോർണിംഗ്. പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന സാധനം അല്ല. സ്ലാബ് ഉണ്ടാക്കാമല്ലോ. ഇല്ലല്ലോ. അയ്യോ പട്ടിക്കാണിക്കാൻ പോയതാ. ഉണക്കിന്നെ തല്ലണടാ. നീ എൻ്റെ ബോട്ടിൽ നിന്ന് ചാവിടാത്തേണ്ടി. ഞാനാരാ മോൻ? അപ്പം ഇനി നമ്മളെ ആയുധം പൊട്ടിക്കണം. ഇതാണ് നമ്മളുടെ ആയുധം. മരമില്ലാതെ മൈൻക്രാഫ്റ്റിൽ ഒന്നും നടക്കില്ല. ഞാൻ പറയുന്നതല്ല, മൈൻക്രാഫ്റ്റ് പറയുന്നതാണ്. 14 മിനിറ്റായി വീഡിയോ.
നമുക്കിനി എന്ത് ചെയ്യണം? ഇതെടുത്തിട്ട് നമുക്ക് നേരെ ഇത് പോയിട്ട് ടോർച്ച് ഉണ്ടാക്കാം. അയ്യോ, നമുക്കൊരു വടി ഉണ്ടാക്കണം. ഇതൊക്കെ ക്യാമ്പ് ഫയർ ഉണ്ടാക്കാം. എവിടെ 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 ഷേ, ക്രാഫ്റ്റിൻ്റെ അവിടെ തന്നെയാണല്ലോ ക്യാമ്പ് ഫയർ. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഇപ്പോൾ വടി ആയില്ലേ? ക്യാമ്പ് ഫയർ ചെസ്റ്റിക്ക് പോകുമ്പോൾ മറ്റത് വരുന്നു. ഇതിക്ക് പോയിട്ട് കോപ്പർ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ ഈ ഐലൻഡിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഇതാക്കുക.